ചൈനയുടെ മുകളിലുള്ള 10% ട്രംപിൻ്റെ ടാരിഫ്, അതായത് 3 രാജ്യങ്ങൾക്കെതിരെയാണ് ടാരിഫ് ഏർപ്പെടുത്തി വന്നത്. അത് കാനഡ, മെക്സിക്കോ, ആ 2 രാജ്യങ്ങളിലെ ടാരിഫ് പോസ് ചെയ്തിരിക്കുകയാണ് 1 മാസത്തേക്ക്. കാരണം നെഗോസിയേഷൻ നടക്കുകയാണ്. പക്ഷേ ചൈനയുടെ ടാരിഫ് പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചൈന റിറ്റാലിയേറ്ററി മെഷേഴ്സ് എന്ന രീതിയിൽ അമേരിക്കയ്ക്കെതിരെ ചില പ്രോഡക്റ്റിന് 10%, ചില പ്രോഡക്റ്റിന് 15% അമേരിക്കൻ പ്രോഡക്റ്റ് ചൈനയിലോട്ട് വരുന്നത്. അത് ഏകദേശം $125 മുതൽ $140 ബില്യൺ അമേരിക്കൻ പ്രോഡക്റ്റ് ചൈനയിലോട്ട് വരുന്നത്. അതിനും ടാരിഫ് എടുത്ത് അതിൻ്റെ അകത്ത് LNG ക്രൂഡ് ഓയിലിനാണ് കൂടുതൽ ടാരിഫ് 15%. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഏത് രീതിയിലായിരിക്കും എഫക്റ്റ് ആകുക മനസ്സിലാക്കുക. ട്രംപിനെ എതിർക്കുന്ന, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി എതിർക്കുന്ന അമേരിക്കൻ പത്രങ്ങൾ, അതായത് ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും മറ്റു പത്രങ്ങളാണെങ്കിലും അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു കാരണവശാലും ഈ ചൈനയുടെ ഈ ടാരിഫ് അമേരിക്കയെ ബാധിക്കത്തില്ല. പക്ഷേ ചൈനയിൽ വരുന്ന ടാരിഫ്, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ടാരിഫ് ചൈനയെ ഡീപ്പായിട്ട് ബാധിക്കും. ചിലപ്പോൾ ഇന്ന്, അതായത് ഇന്ന് ഇവിടെ പകൽ ടൈമാണ്, രാവിലെ അമേരിക്കൻ ടൈമിൽ വരുമ്പോൾ ട്രംപ് അഡീഷണൽ ടാരിഫും കൂടെ ചൈനയുടെ മുകളിൽ ഇടാൻ സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും ഈ സംഭവം നോക്കാം. ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലോട്ട് ഏകദേശം $490 ബില്യൺ, $500 അടുപ്പിച്ച്. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് കുറച്ച് വീണ്ടും അത് റേസായി. പിന്നീട് കുറച്ച് മെഷേഴ്സ് കൊണ്ടുവന്ന് വീണ്ടും അത് 470-480 ബില്യനാണ് ചൈന അങ്ങോട്ട് അയക്കുന്നത്. തിരിച്ച് ചൈന വാങ്ങുന്ന ഞാൻ പറഞ്ഞു എത്രയാണ്, ഏകദേശം 140, 160 അല്ലെങ്കിൽ 130 ബില്യൺ മാത്രമേ ഉള്ളൂ. അതായത് വലിയ ഹ്യൂജായിട്ടുള്ള ട്രേഡിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട് ചൈനയും അമേരിക്ക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സംഭവം ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചൈനയുടെ മേളിൽ അഡീഷണലി 10% കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ചൈനയിൽ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് അത് ആദ്യം നോക്കാം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ചൈനയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറികൾ, അതായത് മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഈ 480 ബില്യൺ എന്ന് പറഞ്ഞത് ഹ്യൂജാണ്. അതായത് കംപ്ലീറ്റ് യൂറോപ്പിനേക്കാളും കൂടുതലായിട്ട് വരുന്ന സാധനങ്ങളാണ് അമേരിക്കയിലോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ 10% വീണ്ടും അഡീഷണൽ ഒരു 5% കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു 50% ഇത് പ്രാബല്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അതായത് 2 മാസം കഴിയുമ്പോൾ 50%-ഓളം ചൈനയിലുള്ള ഫാക്ടറികളും പ്ലാന്റുകളും പൂട്ടേണ്ടി വരും. അതായത് ഏകദേശം ഒരു 500 മുതൽ 600% മുകളിലോട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കയറി വരും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സംഭവം, കാരണം ഈ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ചെയ്ത സാധനം വേറൊരു രാജ്യത്താണ് കൊടുക്കുന്നത്. ഇനി ഏത് രാജ്യത്തിനാണ് ഇതേപോലെയുള്ള സംഭവം, അമേരിക്ക, യൂറോപ്പ്, അതേപോലെ ഇന്ത്യ, അതേപോലെ പർച്ചേസിങ് പവർ എത്ര രാജ്യമുണ്ട്? ആഫ്രിക്കൻ രാജ്യം വാങ്ങാൻ പറ്റുമോ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? ഇപ്പോൾ കാനഡയെ പറ്റി ചില പറഞ്ഞു, കാനഡ പോപ്പുലേഷൻ ഇത്രയേ ഉള്ളൂ, 4 കോടിയേ ഉള്ളൂ. മെക്സിക്കോയ്ക്ക് വാങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇത് ഹൈ വാല്യൂ പ്രോഡക്റ്റാണ്. ഇത് പർച്ചേസിങ് പവറുള്ള ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബലി ഇന്ത്യക്ക് ഇത് വാങ്ങാൻ പറ്റും. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും ചൈനയെ ഫെസിലിറ്റേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ചൈനയ്ക്കാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേറെ സംഭവം, എൻ്റെ രസകരമായ സംഭവം കണ്ടോണം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, എന്താണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഗൂഡ്സ്. കാരണം അമേരിക്ക ഇന്ത്യയിലോട്ട് അയക്കുന്ന 70 ബില്യൻ്റെയാണ്. ഇപ്പോൾ ചൈന വാങ്ങുന്നത് 120-130 ബില്യനാണ് അമേരിക്കയിൽ നിന്നും. ഇപ്പോൾ ഇന്ത്യ അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങാൻ പോകും. കാരണം അതിൻ്റെ ഡിസ്കഷൻ നേരത്തെ ട്രംപ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ സംഭവത്തെ ആരംഭിച്ചു. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ളവരൊക്കെ വളരെ മുൻകൂട്ടി കണ്ടു ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചൈന ഇതേപോലെ ചെയ്യും. അപ്പോൾ അടുത്ത ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് എവിടെയാണ്? അതാണ് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ഇന്ത്യക്കാരെ കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഈ പ്രോഡക്റ്റ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ ബിസ്ക്കീസ് പോകും, അതേപോലെ തന്നെ പോർക്ക് പോകും, അതേപോലെ ഫാമിംഗ് സാധനങ്ങൾ പോകും, ഫാമിംഗ് മെറ്റീരിയൽസ് പോകും, ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ് പോകും. ഇതെല്ലാം
അമേരിക്ക ചൈനയ്ക്ക് കൊടുക്കും. പിന്നെ LNG, പിന്നെ ഡിഫൻസിൻ്റെ പ്രോഡക്റ്റ് അത് ചൈനയ്ക്ക് പോകുന്നത് ഇന്ത്യയിലോട്ട് വരികയാണ്. കാരണം ഇന്ത്യയുടെ ഏകദേശം ഹ്യൂജായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കയായിട്ട്. അപ്പം അത് ക്ലിയർ ചെയ്യാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണം. അപ്പം ചൈനയുടെ ആ മാർക്കറ്റ് പോകുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ആകും. അതിനേക്കാളും വലിയ മാർക്കറ്റ്. കാരണം ഇന്ത്യ ഇപ്പം പല കാര്യത്തിന് ടാരിഫ് കുറയ്ക്കുമോ? കാരണം ഇന്ത്യ കൊണ്ടുവന്നാൽ മാത്രമേ ഈ അമേരിക്ക സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയം, ചൈനയും അമേരിക്കയും നമ്മൾ ട്രേഡ് വാർ തുടരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. കാരണം എന്താ, ഈ ചൈനയിലുള്ള കമ്പനികൾ ഈ പറയുന്ന അമേരിക്കയ്ക്ക് വേണ്ടി യൂറോപ്പിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് വരും. അവർക്കടുത്ത ഓപ്ഷൻ ഇല്ല. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട സംഭവം. ഇനി ചൈന ചില പ്രോഡക്റ്റുകൾക്ക് ടാരിഫ് ഏർപ്പെടുത്തിയത് പ്രധാനപ്പെട്ട അമേരിക്കൻ ഏവിയേഷൻ സ്പെയർ പാർട്സ് സംഭവങ്ങളൊക്കെ. ഇത് ചൈനയ്ക്ക് ആവശ്യമോ? അല്ലെങ്കിൽ ചൈന എയർബസിൻ്റെ ഇന്ന് കാരണം ചൈനയിലെ എയർബസും ബോയിങ് ഒരേപോലെ അത്രയും അത്രയും എയർക്രാഫ്റ്റുകൾ, 2 കമ്പനികളുടെ എയർക്രാഫ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയേക്കുന്നത്. ചൈന ഇത് പ്രൊആക്റ്റീവായിട്ട് നീക്കിയില്ല എങ്കിൽ, അതായത് അമേരിക്കൻ ടാരിഫ് അവർ ഈ പറയുന്ന രീതിയിൽ മുൻകൂട്ടി കണ്ട് നടത്തിയില്ല എങ്കിൽ അടി കിട്ടാൻ പോകുന്നത്, തലയ്ക്ക് അടി കിട്ടാൻ പോകുന്ന ചൈനയ്ക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റായിട്ട് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യയെ. കാരണം ഇവർ മുഴുവനും, കാരണം അതിൻ്റെ കോവിഡ് കഴിഞ്ഞ ശേഷം ഈ കമ്പനികളൊക്കെ ഇന്ത്യ വന്നേക്കുന്നത് ഈ ഇഷ്യൂവിൻ്റെ പേരിലാണ്. നേരത്തെ ഒരു 10% ഇതുണ്ടായിരുന്നു ഒരു ക്ലബ്ബ് നേരത്തെ വന്നപ്പോഴും. ഇതിപ്പോൾ ഏകദേശം 20-25% കയറി വരുമ്പോൾ ഉറപ്പായിട്ടും ചൈന, കാരണം ഇത് അമേരിക്ക ഇത് മാറ്റിയില്ല എങ്കിൽ, അത് ചൈനയും അമേരിക്ക ന്യൂട്രലിൽ പോയിട്ട് സംഭവത്തിന് റിസൾട്ട് വന്നില്ല എങ്കിൽ അൾട്ടിമേറ്റ് പ്രയോജനം ഇന്ത്യക്കാണ് വരുന്നത്. അതായത് ചൈനയുടെ ഈ ലോകത്തിലെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയുന്നത് കൂടിപ്പോയൊരു 3-4 വർഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നത്. കാരണം 50-60% ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനികൾ അടച്ചു പോകും. ഇപ്പോഴെന്തോ ഉണ്ടായത്, ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പം ചൈനയിലുണ്ടായൊരു സംഭവമുണ്ട് പ്രധാനപ്പെട്ടത്. അതായത് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ അമേരിക്കയിൽ എത്തിക്കുക, കാരണം ടാരിഫ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ്. കാരണം പോർട്ടുകൾ മുഴുവനും കാരണം അവർക്കറിയാം ഈ സാധനം പിന്നെ അമേരിക്കയുടെ ഇത് അവിടെ വിൽക്കാൻ പറ്റത്തില്ല, അത് ഇത്ര വലിയ വിലയ്ക്ക് പോകാൻ പറ്റത്തില്ല. അതായത് ചൈനയ്ക്കാണ് അടി കിട്ടിയേക്കുന്നത്. അതായത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന പോലെ ഈ അമേരിക്കയ്ക്ക് ഇതിൻ്റെ ഒരു പുല്ലുമില്ല, കുറച്ച് അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. കാരണം അവർ ചൈന പറഞ്ഞ് ചില മെറ്റീരിയൽസ് അവർ അമേരിക്കയിൽ ചെയ്ത് ബ്ലോക്ക് ചെയ്യും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നമുണ്ടാകും. പക്ഷേ അത് അമേരിക്ക ഈസി ആയിട്ട് മാനേജ് ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളിൽ ഈ സാധനങ്ങളുള്ള സ്ഥലമുണ്ട്, പല റോ മെറ്റീരിയൽസ് സാധനം, അതായത് മൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഓൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനുമായിട്ട് ധാരണയാകും. കാരണം ഉക്രൈനിൽ ഈ പറയുന്ന ചൈന മൈൻ ചെയ്യുന്ന പല സാധനങ്ങളുണ്ട്. കാരണം അവർ സെക്യൂരിറ്റി ബോംബ്സ് ഉണ്ടാക്കാൻ, സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആ സാധനം ചൈനയെക്കാളും കൂടുതലുള്ളത് ഉക്രൈനില്ല. ഈ സാധനം മുഴുവനും ഉക്രൈനിലോട്ട്, ഉക്രൈനിൽ സാധനം അവിടുത്തെ ബിസിനസ് ഭയങ്കരമായിട്ട് കൂടും. കാരണം ചൈന ഈ പറയുന്ന പോലെ ഈ സാധനം അവിടെ അല്ലാതെ അങ്ങനെ സംഭവമൊന്നുമില്ല. ഇത് ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്ത് പുതിയ പോസിബിൾ ഓപ്ഷൻ അമേരിക്ക ഉണ്ടാക്കിയെടുക്കും. അത് ലോകത്തിന് തുറന്നു കൊടുക്കും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് അടി കിട്ടുന്ന റിയലായിട്ട് കുറച്ച് സമയത്ത് അമേരിക്കയ്ക്ക് അത് പ്രശ്നം ഉണ്ടാകും. അത് ചെറിയ രീതിയിൽ, ഈ പറയുന്ന പോലെ വലിയ രീതിയിലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അവർ ഓൾറെഡി അഡീഷണൽ ഒരു മാർക്കറ്റ് ഇന്ത്യയുമായിട്ട് പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോ അത് നേരെ ചൈനയിലുള്ള സാധനം ചൈനയിൽ പോകേണ്ട, കാരണം ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അമേരിക്കൻ ഗുഡ്സ് വരും, ഈ സാധനം മുഴുവൻ ഇന്ത്യയിൽ വരും. അതപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ പറയുന്ന 10% റിട്ടാലിയേറ്ററി ടാരിഫ് എന്ന് പറഞ്ഞ് ഒരു പുല്ലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട് അത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെയാണ് അമേരിക്ക ഈ ടാരിഫ് ചൈനയുടെ മേലിൽ വെക്കുന്നത്. ആ സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തേക്കുവാണ്. കാരണം ഇന്ത്യയുമായിട്ട് നല്ല ധാരണയിൽ പോയി ഇന്ത്യയെ ബിൽഡപ്പ് ചെയ്യുക. കാരണം ചൈനയ്ക്ക് കൗണ്ടറായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ്, ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും പിന്നെ ഫെബ്രുവരി തന്നെ കണ്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞേക്കുന്നത്. വെൽ അഡ്വാൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ അമേരിക്ക. കാരണം അവൻ ബിസിനസ്സുകാരനാണ്.
ഈ ചൈന പുതിയ ബിസിനസ്സുകാരനും അമേരിക്ക പഴയ ബിസിനസ്സുകാരനുള്ള വ്യത്യാസമാണ്. അവർ മുൻകൂട്ടി കണ്ടു ഈ സംഭവം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചൈന 10% ഉണ്ടാകും, അത് കഴിഞ്ഞ് വീണ്ടും അമേരിക്ക ഏർപ്പെടുത്തും. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ പുതിയതായിട്ട് ഇന്ത്യ LNG ബൈ ചെയ്യാൻ തയ്യാറാണ് അമേരിക്കയുടെ നിന്ന്. അതുപോലെ ക്രൂഡ് ഓയിൽ ആണെങ്കിലും ബൈ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചേ മതിയാവത്തുള്ളൂ. അതേപോലെ എക്യുപ്മെൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു. അതായത് ഡിഫൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഈ ഹാർഡ്വെയർ റഷ്യയിൽ നിന്ന് ഏകദേശം 40% റഷ്യൻ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നത്. അത് 20% അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഈ ട്രേഡിൻ്റെ ഡെഫിസിറ്റ് മാറ്റിയേ മതിയാവും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടി കിട്ടുന്നത് ചൈനയ്ക്ക്. ഇതിൻ്റെ അൾട്ടിമേറ്റ് വിജയം കൊണ്ടാടാൻ പോകുന്നത് ഇന്ത്യ തന്നെ. കാരണം ഇത്രയും കമ്പനികൾ ഇവിടെ വന്ന് അപ്പോൾ അവരിവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഒരു താല്പര്യമാണ് ഈ ചൈനയുടെ മൊണോപ്പൊളി തകർക്കുക. അത് അഡ്വാൻറ്റേജ് ആയിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ അത് ഉറപ്പായിട്ടും ഇന്ത്യയുടെ എക്കോണമി പൂർണ്ണമായിട്ട് മുമ്പോട്ട് വരികയാണ്. അതായത് വീണ്ടും ഞാൻ പറഞ്ഞ ഈ സംഭവം, അതായത് ചൈന ഏർപ്പെടുത്തി അമേരിക്കയായിട്ട് അവർ തമ്മിലുള്ള ട്രേഡ് വാർ നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2047 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ 3ാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറാകാൻ. അത് ഏകദേശം 8-10 വർഷം കഴിയുമ്പോൾ നമ്മൾ 3ാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറായിട്ടങ്ങ് മാറും.